ബൈക്ക് ഉയർത്തിയെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവും. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ? മോത്തിയതല ബൈക്ക് വെള്ളക്കെട്ടിൽ നിന്ന് ഉയർത്തുകയാണ്. മരിച്ചത് മിഥുനല്ല. ഈ യുവാവിൻ്റെ ശരീരത്തിൽ നിന്ന് 2 തിരിച്ചറിയൽ രേഖകൾ ലഭിച്ചിരുന്നു. അതിലൊന്ന് ഉമ്മളത്തൂർ സ്വദേശിയുടേതാണ്, മറ്റൊന്ന് എലത്തൂർ സ്വദേശിയുടേതാണ്. ഏതായാലും മരിച്ചത് ഉമ്മളത്തൂർ സ്വദേശിയല്ല എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പരിശോധനകളൊക്കെ പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അപകട സ്ഥലത്ത് നിന്ന് ബൈക്ക് ഉയർത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. സ്വിഗ്ഗി ജീവനക്കാരൻ തന്നെയാണ് ഏതായാലും മരിച്ചത്. അങ്ങനെ ഭക്ഷണം വിതരണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന ബാഗ് കാണുന്നുണ്ട്. അതുപോലെ സ്വിഗ്ഗിയുടെ തന്നെ ടീഷർട്ട് ധരിച്ചാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. ഏകദേശം രാത്രി 1:30 അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഈ സ്വിഗ്ഗിയുടെ ഈ സ്ഥലത്തുള്ള ആളുകളുമായൊക്കെ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഒരു ഓർഡറുമായി പോകുന്ന വഴി 1:30 ഈ മേഖലയിൽ വെച്ച് ട്രാക്ക്, അതായത് വിതരണത്തിനായി കൊണ്ടുപോകുന്ന മൊബൈലിൻ്റെ ട്രാക്ക് ഓഫായി പോയി എന്നതാണ്. അതുകൊണ്ട് തന്നെ 1:30 അപകടം സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, മരിച്ചത് ആരാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലം കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ട കോഴിക്കോട് നഗരത്തിലെ ഒരു ജംഗ്ഷനാണ്, 4 കൂടി വരുന്ന ജംഗ്ഷനാണ്. ദേശീയപാത കടന്നു പോകുന്നു. അതും മുറിച്ചു കടന്ന് കുന്നമംഗലം ഭാഗത്തേക്ക് പോകുന്ന റോഡ് കൂടിയാണ്. എപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. പക്ഷേ ഈ നവീകരണ പ്രവൃത്തി നടക്കുന്നതിൻ്റെ ഭാഗമായി സ്ഥലത്ത് വേണ്ടുന്ന വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും തന്നെ ഇല്ല, ക്രമീകരണങ്ങളില്ല എന്ന് ഇവിടെ നിന്ന് വ്യക്തമാകുന്നുണ്ട്. പരാതി നാട്ടുകാർ ആവർത്തിച്ച് പറയുന്നതുമാണ്. കാരണം ഇവിടെ ഈ വലിയൊരു കാനയിലേക്ക് തിരിയുന്ന സ്ഥലമാണ്. അവിടെ മതിയായ ബാരിക്കേഡ് സംവിധാനമില്ല, ജംഗ്ഷനാണ്. വെളിച്ചത്തിനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് നാട്ടുകാർ പറയുന്നു. സമീപ ദിവസങ്ങളിൽ തന്നെ മറ്റൊരു അപകടം ഇതേ സ്ഥലത്ത് സംഭവിച്ചിരുന്നു. അന്ന് അപകടത്തിൽപ്പെട്ടത് ഈ പ്രദേശവാസി തന്നെയാണ്. വാരിയല് ഒടിഞ്ഞതിനെ തുടർന്ന് ഇപ്പോഴും ചികിത്സയിൽ തുടരുക തന്നെയാണ് എന്നതുകൂടിയാണ്. അങ്ങനെ മതിയായ മാനദണ്ഡങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ നിർമ്മാണ പ്രവൃത്തി നടന്നു വരുന്ന സ്ഥലം, അവിടെയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് ഭക്ഷണവുമായി ബൈക്ക് വരുന്നു. ഇവിടെ എത്തിയ സമയത്ത് ഒരുപക്ഷെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു വലിയൊരു പൈപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പൈപ്പിൻ്റെ ഭാഗത്തേക്ക് തട്ടി അങ്ങനെ വെള്ളത്തിലേക്ക് മറിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 7 മണിയോടുകൂടിയാണ് എന്തായാലും നാട്ടുകാർ വിധത്തിൽ മൃതദേഹവും ബൈക്കും ഒക്കെ വെള്ളത്തിൽ കാണുന്നത്. പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തിയതിനു ശേഷമാണ് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വലിയ ആശയക്കുഴപ്പം എന്ന് പറയുന്നത് 2 തിരിച്ചറിയൽ രേഖകൾ യുവാവിൻ്റെ കൈവശത്ത് നിന്ന് കിട്ടി എന്ന് തന്നെയാണ്. അതിലൊന്ന് ഉമ്മളത്തൂർ സ്വദേശിയുടേതാണ്, മറ്റൊന്ന് എലത്തൂർ സ്വദേശിയുടേതാണ്. അത് പരിശോധിക്കുന്നു എന്നാണ് പോലീസ് ഏതായാലും വ്യക്തമാക്കുന്നത്. ബൈക്ക് വെള്ളത്തിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ വിധത്തിൽ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ, ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്ന വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, മാനദണ്ഡങ്ങൾ, സൗകര്യങ്ങൾ. ഈ താൽക്കാലിക ബാരിക്കേഡുകൾ പോലും ഒരുപക്ഷെ അത്തരത്തിൽ ആ കാനയുടെ ഇത്രയും താഴ്ചയുള്ളതാണ്. ആ ഭാഗത്ത് താൽക്കാലിക ബാരിക്കേഡുകൾ പ്രയോജനകരമായിരിക്കുമെന്ന് പോലും തോന്നുന്നില്ല. അവിടെ ശക്തമായ രീതിയിൽ സ്ഥിരമായി എന്തെങ്കിലും ഒരു അരഭിത്തിയോ മറ്റോ ഉണ്ടായിരുന്നു എങ്കിൽ ഇത്തരത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. മാത്രമല്ല വെളിച്ചക്കുറവിന്റെ കാര്യവും പറയുന്നുണ്ട്. ഇത് രണ്ടും എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പ്രേക്ഷകരുടെ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. മരിച്ച യുവാവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ സ്ഥിരീകരണം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ആദ്യമുണ്ടായതൊരു തെറ്റിദ്ധാരണയാണ്. 2 തിരിച്ചറിയൽ കാർഡുകളാണ് ഈ യുവാവിന്റെ പക്കൽ നിന്നും ലഭ്യമായത്. അതിൽ ആരാണ്, വിശദാംശങ്ങൾ എന്താണ് എന്നത് വ്യക്തതയിലേക്ക് വരേണ്ടതുണ്ട് എന്നാണ് രാഹുൽ കെ വി വിവരങ്ങളായി പങ്കുവയ്ക്കുന്നത്. രാഹുൽ, മറ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? യുവാവിനെ കുറിച്ചുള്ള വ്യക്തി വിവരങ്ങളുമൊക്കെ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും സമീപിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ് രാഹുൽ? ഏതായാലും ഇതൊരു അപകട മരണമാണ് എന്ന് തന്നെയാണ് പോലീസ് നിഗമനത്തിലേക്ക് വന്നിട്ടുള്ളത്. അതായത് നിയന്ത്രണം നഷ്ടമായി നേരെ കാനയിലേക്ക് പോയി പതിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. അല്ലാതെ മറ്റു വാഹനങ്ങൾ ഇടിച്ചൊന്നും തന്നെ വീണതല്ല എന്ന ഒരു നിഗമനത്തിലേക്കാണ് വന്നിട്ടുള്ളത്. തന്നെ ഈ ഉമ്മളത്തൂർ സ്വദേശിയുടെ തിരിച്ചറിയൽ രേഖ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ ആ തിരിച്ചറിയൽ രേഖ കിട്ടി അവരുടെ ബന്ധുക്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞു എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. അതേതായാലും ഉമ്മളത്തൂർ സ്വദേശിയല്ല മരിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അവരുടെ ബന്ധുക്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് പോലീസ് ഏതായാലും ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. ബാക്കി പരിശോധന നടക്കുന്നു എന്ന് തന്നെയാണ്. അതായത് മരിച്ചത് ആരാണെന്ന് സ്ഥിരീകരിച്ച് ഇപ്പോൾ ഏതായാലും പറയുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടം ഉച്ചയോടുകൂടി തന്നെ നടക്കും. അതിനുശേഷമാണ് ബാക്കി നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക.